ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലാണ്. എക്സലിൽ നേരത്തെ നമ്മൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വേറൊരു വർക്ക് ചെയ്യുമ്പോൾ അതിലെങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത്. അതേ ട്രാൻസ്പോസിൻ്റെ വേറൊരു ഉപയോഗമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റയിൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യുന്ന ഡാറ്റയെ എങ്ങനെ ഹൊറിസോണ്ടലാക്കി നമുക്ക് ഒറ്റ മിനിറ്റിൽ ചേഞ്ച് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ള ഡാറ്റ, ഉദാഹരണത്തിന് ഈ ഒരു ഫോർമാറ്റിൽ ഇവിടെ നെയിം, അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെ നെയിമും നേരെയാണ് കൊടുത്തിട്ടുള്ളത്. നെയിമിന് താഴെ നമ്മൾ നെയിമുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് വെർട്ടിക്കലായിട്ടാണ് വന്നിട്ടുള്ളത്, അതിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് മാറ്റാൻ പോവുകയാണ്. അതിനുള്ള 2 വഴികളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര സബ്ജക്റ്റുകൾ നമുക്കിവിടെ കൊടുക്കാം. അതിൻ്റെ ടോട്ടലും കൂടെ കാണുക. ഇത്രയും പേര് കൊടുത്തു. ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ എൻ്റർ ചെയ്യാം. ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ. അതിനുശേഷം നമുക്കിതിനെ ഫോർമാറ്റ് ചെയ്തെടുക്കാം. മോഡൽ മാറ്റാം, സൈസ് വലുതാക്കാം. അങ്ങനെ ഫോർമാറ്റിങ്ങും കൂടെ ചെയ്തിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കാണുകയാണ്. ടോട്ടൽ നമ്മൾ സാധാരണ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഈക്വൽ, സമ്മ്, ഓരോ സബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യണു, അങ്ങനെയാണ് നമ്മൾ കാണാറ്. അതിന് പകരം നമ്മൾ ഒരു എളുപ്പ വഴിയിൽ നമ്മളിപ്പോൾ സമ്മ് കാണുകയാണ്. ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം മെനുവിൽ ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഓട്ടോ സമ്മ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരും. ഈക്വൽ, സമ്മ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ B2 മുതൽ B2 മുതൽ E2 വരെയുള്ള നമ്മുടെ കോളംസ് സെലക്ട് ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് വരുന്നതാണ്. ഓട്ടോ സമ്മ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ഈ ആൻസറിനെ സെലക്ട് ചെയ്യുക. ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മളിതിനെ ഫോർമാറ്റ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു. ഹോമിൽ തന്നെ ഓൾ ബോർഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഫുൾ ബോർഡർ കൊടുത്തു. അലൈൻമെൻറ്റ് നമ്മൾ അതിനെ സെൻറ്ററിലേക്ക് മാറ്റി. പേര്, ഹെഡിങ് വരുന്ന സ്ഥലം നമ്മളൊന്ന് കളർ ചെയ്തു. വേണമെങ്കിൽ നമുക്കതിനൊന്ന് ബോൾഡ് ചെയ്യുകയും കൂടെ ചെയ്യാം. അതേപോലെ ഈ ഒരു കോളവും നമ്മൾ ബോൾഡ് ചെയ്തു, കളറും ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഈ വെർട്ടിക്കൽ ഡാറ്റേനെ ഇവിടേക്ക് ഹൊറിസോണ്ടലായിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡാറ്റ സെലക്ട് ചെയ്യുക. ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളത് എടുക്കുക. അല്ലെങ്കിൽ ഹോം മെനുവിൽ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്, അതും നമുക്ക് സെലക്ട് ചെയ്യാം. കോപ്പി എടുത്തതിന് ശേഷം എവിടെയാണോ ഡാറ്റ വേണ്ടത് അത്രയും ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനുള്ളിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് അത് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് മാറ്റാൻ പറ്റി. ഇനി ഇതേപോലെ തന്നെ
നമുക്ക് ഇതേ സംഭവം നമുക്ക് വേറൊരു വഴി ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തത് ഡയറക്റ്റ് കോപ്പി എടുത്തു ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതിന് പകരം ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് താഴെയും കൂടെ വരണം എന്നുണ്ട്. അപ്പോൾ എത്ര കോളംസ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അത്രയും ഏരിയ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമുല ബാറിൽ വന്ന് ഈക്വൽ ട്രാൻസ്പോസ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്യുക. ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഷിഫ്റ്റ് കൺട്രോൾ എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് ആ ഡാറ്റ ഫുള്ളായിട്ട് ഇവിടെ കിട്ടി. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അടുത്തത് നമ്മളവിടെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഫോർമുല ബാറിൽ എഴുതിയിട്ടാണ് ചെയ്തത്. ഇങ്ങനെയാണ് 2 വഴികൾ ഉപയോഗിച്ച് വെർട്ടിക്കലായിട്ടുള്ള ഡാറ്റയെ എളുപ്പത്തിൽ ഹൊറിസോണ്ടലാക്കിയിട്ട് നമ്മൾ മാറ്റുന്നത്.